യെസ്, അപ്പോൾ നമ്മുടെ മിവി നമ്മുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. മിവിയുടെ ഡുവോപോഡ് CNC F70 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർബഡ്സ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1499 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ വില പ്ലസ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ ഇത് സൗണ്ട് ചെയ്യുന്നു, അതായത് കണക്ട് ചെയ്ത് നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് എങ്ങനെ ഇത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് മേബി പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. HD സ്റ്റീരിയോ സൗണ്ട് ലോസ്ലെസ് ഓഡിയോ, ഓക്കെ. ക്വാഡ് മൈക്ക് ENC ഫോർ ബെറ്റർ കോളിംഗ്, അതായത് ഏറ്റവും നല്ല കോളിംഗ് എക്സ്പീരിയൻസിനായിട്ട് ക്വാഡ് മൈക്ക് 4 മൈക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഒരെണ്ണത്തിൽ 2 എണ്ണം, ഒരെണ്ണത്തിൽ 2 എണ്ണം, അപ്പോൾ ടോട്ടലി 4. അപ്പോൾ 1 ടച്ച്, അതായത് ടച്ചിൽ നിങ്ങൾക്ക് പോസ് ചെയ്യാനും കോൾ ആൻസർ ചെയ്യാനൊക്കെ സാധിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ അതുപോലെ തന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. സൂപ്പർ സോളിഡ് ബേസ് ഡ്രൈവേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ബേസ് കിട്ടുമെന്നാണ് പറയുന്നത്. IP എക്സ്പോർട്ട് സ്വെറ്റ് പ്രൂഫ് ആണ് ഈ ഒരു സാധനം. നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാവേ. ഇതിൻ്റെ അകത്ത് 50 മണിക്കൂർ വരെ നിങ്ങൾക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് പറയുന്നത് ഒറ്റ ചാർജിൽ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇയർഫോൺ നല്ലതായിരിക്കും. ആകെ 1499 രൂപ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് 10 മീറ്ററാണ് വയർലെസ് ഡിസ്റ്റൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 10 മീറ്റർ വരെ നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും എനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടിക്കകത്ത് യൂഷ്വലി നമ്മുടെ മിവിയുടെ എല്ലാ പെട്ടിയും തുറക്കുന്ന സമയത്ത് നമുക്കൊരു വെൽക്കം കാർഡ് കിട്ടും. അതുപോലെ തന്നെ പേപ്പർ വർക്ക് കിട്ടും, വാറണ്ടി കാർഡ് കിട്ടും. ഇത്രയും ഇതിനകത്തും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിവിയുടെ ആ ഒരു പെട്ടി. പെട്ടി കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ, ഉള്ളത് പറയാലോ. നമ്മുടെ മറ്റേ മോട്ടപ്പെട്ടിയിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ചന്ദ്രികയിൽ നിന്ന് ഇങ്ങനെ ഒരു പെട്ടിയിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എനിക്ക് കഴിഞ്ഞ വട്ടം ഒട്ടും പിടിക്കാത്ത കാര്യം, അവർ പ്ലാസ്റ്റിക് ടിപ്പാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് അവർ റബ്ബർ ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഇയർബഡും റബ്ബർ ടിപ്പ് ഉള്ളതാണ്. ദാറ്റ് ഈസ് സോ കംഫർട്ടബിൾ. അതുപോലെ തന്നെ നമ്മുടെ കാതിൽ ഫേം ആയിട്ടിരുന്നോളും. മറ്റേതും ഫേം ആയിട്ട് ഇരിക്കുമായിരുന്നു, പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉള്ളൂ ഊരി പോകുന്നു. ഇത് കാതിൻ്റെ അകത്ത് കറക്റ്റ് ഇരുന്നോളും. പുറത്തൊക്കെ എന്ത് നടന്നാലും ഒന്നും അറിയൂല. അതായത് വെള്ളത്തിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ടൊന്ന് മുക്കി വെച്ചിരിക്കുന്ന ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് പാട്ടിട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. 100% വോളിയത്തിലാണ് പ്ലേ. ഓ, ഗൈസ്, ലൈക്ക് ലിറ്ററലി ഈ സാധനത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ആരൊക്കെ വാങ്ങണമെന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തത്, നിങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള ബേസ്, അതായത് ആ ഒരു ബേസിൻ്റെ മുഴക്കം, നിങ്ങൾ ഈ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ ബേസ് ഡ്രോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി വാങ്ങിച്ചോ. അന്യായ ബേസാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ബേസ്, ഓവറായിട്ടുള്ള പൊട്ടിത്തെറിയം ബേസ് ഒന്നുമല്ല, നല്ല റിച്ച് ആയിട്ടുള്ള കിടിലം ബേസ് ഉണ്ട്. എനിക്കിതിനകത്ത് ഒരു പോരായ്മ, എനിക്കങ്ങനെ ബേസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ട്രബിളും കുറി അവർക്ക് കുറച്ചുകൂടി ലെവൽ വരുത്താമായിരുന്നു, കുറച്ചുകൂടി മേളിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പെട്ടെന്ന് കേട്ട സമയത്ത് തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബേസ് നല്ലതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിക്ക് പാട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു ഞാനിപ്പോൾ കേട്ട പാട്ട് നമ്മുടെ മണവാളൻ തഗ്ഗെന്നുള്ള പാട്ടാണ്. അതിൻ്റെ അകത്ത് ആ ഒരു ബീറ്റില്ല, ആ ബീറ്റിൻ്റെ കൂടെ ഒരു ബേസ് ഡ്രോപ്പ് പോലൊരു സാധനമുണ്ട്. അത് ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള വോക്കൽസ് കുറച്ച് ഡൗൺ ആയതുപോലെ ഉണ്ട്. ഒരു മീഡിയം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ അതും കൂടി മേളിലേക്ക് വന്നിരുന്നെങ്കിൽ അന്യായമായ ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പോൾ നമ്മുടെ മിവിയുടെ ഡുവോപോഡ്സ് F70 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കേസും അതുപോലെ തന്നെ ഇയർബഡും കൂടി ഇരിക്കുമ്പോൾ ഇച്ചിരി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി നമുക്ക് ഫ്രണ്ടിലായിട്ട് മിവിയുടെ ബ്രാൻഡിങ്ങും ബോട്ടം സൈഡിലായിട്ട് Type-C പോർട്ടും പിന്നീട് LED ഇൻഡിക്കേറ്ററും ആണുള്ളത്. വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കോളിംഗ് ക്വാളിറ്റി നിങ്ങൾക്ക് ഞാൻ ഒരു ഡ്രൈവ് ലിങ്കായിട്ട് ഡ്രോപ്പ് ചെയ്തിരിക്കാം. അതായത് ഞാൻ ജസ്റ്റ് ഒരു കോൾ ചെയ്യുന്നതിൻ്റെ കോൾ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് പ്യുവറായിട്ട് അത് കാണാൻ പറ്റും. നമ്മൾ ആ കോൾ റെക്കോർഡിംഗ് എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി നല്ല രീതിക്ക് പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്ന സാധനം തന്നെയാണ് ഗിവ് അവേ. അപ്പോൾ ഇത് നമ്മൾ ഗിവ് അവേ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ട ഇതുവരെ നിൽക്കുന്ന ഈ വീഡിയോയ്ക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ ഒളിച്ച് കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുതരാം. ആരാണോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്, ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഗിവ് അവേ വേണമെന്ന് പറയരുത്.
ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടി പറയണം. നമ്മുടെ ചാനൽ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിവിയുടെ ഡുവോപോഡ്സ് F70 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ എന്താണ് ഇൻഡെപ്ത് റിവ്യൂ ചെയ്യാത്തതെന്ത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഗിവ് അവേ തരാൻ പറ്റില്ല. എൻ്റെ കാതിൽ ഒന്നര ആഴ്ച ഇരുന്ന സാധനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് അത് മോശമാണ്. അതെനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് ഈ സാധനം കൊള്ളാം. ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഞാൻ ഇതേപോലെ ഇയർഫോൺസും എല്ലാം റിവ്യൂ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിത് ഒരു അരമണിക്കൂറൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ. താങ്ക് യു. പകർത്തുണയ്ക്കും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ക്വസ്റ്റ്യൻ ഈ വീഡിയോയ്ക്കകത്ത് എവിടെയുണ്ട്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കണം എന്നെ ഫോളോ ചെയ്തതിന് ശേഷം. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ ഞാൻ നോക്കും കേട്ടല്ലോ. നമുക്ക് 1 ലക്ഷം അതിനകത്ത് മേടിക്കണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.